ഹായ് ഹലോ നമസ്കാരം. ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ 10th ലെവൽ പ്രിലിംസ് പരീക്ഷ സീരീസ് ആയിട്ട് നടക്കുകയാണ്. ഇതിലെ മൂന്നാം ഘട്ടം പരീക്ഷയിലെ മാത്സ് ആൻഡ് മെന്റൽ അബിലിറ്റി ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. മാത്സിന്റെ ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അത് വന്ന വഴിയും അത് ചെയ്യാനുള്ള എളുപ്പമാർഗമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് 20 ചോദ്യങ്ങളാണ് മാത്സും മെന്റൽ അബിലിറ്റിയും കൂടെ ഉള്ളത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരങ്ങൾ എങ്ങനെ വന്നു, അതിന്റെ എളുപ്പമാർഗം എന്ത് ഒക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. നേരെ ക്ലാസ്സിലേക്ക് പോയാലോ? അപ്പൊ ചോദ്യം പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാവും, നിങ്ങൾ എഴുതിയ ഉത്തരങ്ങൾ ഉണ്ടാവും. അത് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്ത് കിട്ടിയ ഉത്തരങ്ങളൊക്കെ കയ്യിലുണ്ടാവും. എന്തായാലും നിങ്ങളത് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം എക്സ്പ്ലനേഷൻ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പരമാവധി പ്രയോജനം ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിലെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്. നമ്മുടെ ബോഡ്മാസ് റൂൾ അല്ലെങ്കിൽ അടിസ്ഥാന ക്രിയകൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. 15+33 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 3 മൈനസ് 10 കണക്കാക്കുക. ഉണ്ടോ? ഇതിനകത്ത് എന്താണ്? കുറച്ച് ഓപ്പറേഷൻസ് ആണല്ലേ. അപ്പൊ കൂട്ടല്, കുറയ്ക്കല്, ഗുണിക്കല്, ഹരിക്കലൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനൊരു ക്രമമുണ്ട്. ഈ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ക്രമം പാലിക്കുന്നുണ്ട്. ബോഡ്മാസ് റൂൾ അല്ലെ. ഇവിടെ നമുക്ക് എന്തുണ്ട്? ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലെ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 12നെ 3 കൊണ്ട് ഹരിക്കുക. ആദ്യം ചെയ്യുന്ന പ്രവൃത്തി 12നെ 3 കൊണ്ടുള്ള ഹരണമാണ്. എത്ര കിട്ടും? 4. അത് കഴിഞ്ഞ് വരുന്ന എന്താന്ന് നോക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഡിമാസ് അല്ലെ, ഡിവിഷൻ ആണ് ആദ്യം വരേണ്ടത്. അപ്പൊ 33നെ 11 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടിയിട്ടുണ്ട്? അവിടെ ഒരു 3 കിട്ടിയിട്ടുണ്ട് ആണല്ലോ. അപ്പൊ 33നെ 11 കൊണ്ട് ഹരിച്ചു, 3 കിട്ടിയിട്ടുണ്ട്. 12നെ 3 കൊണ്ട് ഹരിച്ച് 4 കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത റൂൾ അനുസരിച്ച് അല്ലെ, ഡി മാസ്, ഡി കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 4നെയും 3നെയും തമ്മിൽ ഗുണിക്കുക. 4ഉം 3ഉം കൂടെ ഗുണിച്ചിട്ട് എത്രയാന്ന് എഴുതടാ? 12. ഓക്കെ ആണല്ലോ. ഇത് നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്? ആദ്യം ഒരു 15 ഉണ്ട്, അതിന്റെ കൂടെ ഒരു പ്ലസ് ഉണ്ട്. പിന്നെ ഇത് ഇത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് 12 എന്നാണ്. അതിന്റെ കൂടെ ഒരു 10 മൈനസ് ചെയ്യണം. പിന്നെ അഡിഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 15നോട് 12 കൂട്ടുക. 15ഉം 12 എത്ര കിട്ടുന്നുണ്ട്? 27 കിട്ടുന്നുണ്ട്. 27ൽ നിന്ന് 10 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 17. സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ചെയ്തത് ആ ഒരു ക്രമം മാത്രം പാലിക്കുക. ആദ്യം ബ്രാക്കറ്റിനുള്ളിൽ 12ഉം 3ഉം 12ഉം 3ഉം ഡിവൈഡ് ചെയ്തിട്ട് 4 എന്ന് എഴുതുന്നു അല്ലെ. പിന്നെ 33ഉം 11ഉം ഡിവൈഡ് ചെയ്തിട്ട് 3 എന്ന് എഴുതുന്നു. എന്നിട്ട് 3ഉം ഈ 4ഉം തമ്മിൽ ഗുണിക്കുക. 3ഉം 4ഉം ഗുണിച്ചാൽ എത്രയാ? 12 അല്ലെ. ഇത് ഇത്രയും ഓപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 12 എന്നാണ്. ഇതെങ്ങനെ ചെയ്യാം? 15 പ്ലസ് 12 മൈനസ് 10. 15ഉം 12 27. 27ൽ നിന്ന് 10 പോയാൽ നമുക്ക് കിട്ടുന്നത് 17. സിമ്പിൾ ആണ് ഉത്തരം. ഈസി ആയിട്ട് ചെയ്തെടുക്കാം അല്ലെ. അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്. 36 സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ. 36ന്റെ സ്ക്വയറിനെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യാനാ? 6ന്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. അപ്പൊ നമുക്കറിയാം 36ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 36 ഇൻറ്റു 36 ആണ് അല്ലെ. ഇനി 6ന്റെ സ്ക്വയർ ആരാ? 6ന്റെ സ്ക്വയർ 36 ആണ്. ഓക്കെ ആണല്ലോ. മുകളിലുള്ള 36ഉം താഴെയുള്ള 36ഉം ക്യാൻസൽ ചെയ്യാം. ഇനിയുള്ളത് ആരേ ഉള്ളൂ? 36 ഉള്ളൂ. അപ്പൊ അത് തന്നെയാണ് ഉത്തരം. വേറെ ഒന്നും ചെയ്യാനില്ല. എല്ലാവർക്കും കിട്ടും. 36ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 36നെ 36 കൊണ്ട് ഗുണിക്കുക അല്ലെ. ഇനി ഛേദത്തിൽ ആരാ ഉള്ളത്? 6ന്റെ സ്ക്വയർ. 6ന്റെ സ്ക്വയർ 36 ആണെന്ന് നമുക്കറിയാം. അപ്പൊ മുകളിലുള്ള ഒരു 36ഉം താഴെയുള്ള ഒരെണ്ണവും കൂടെ ക്യാൻസൽ ചെയ്താൽ മിച്ചം വരുന്നത് 36 മാത്രമാണ്. 36. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ 36 ആണ്. അടുത്ത ചോദ്യം. റൂട്ട് ഓഫ് 0.4444 എന്നതിന്റെ ദശാംശ രൂപത്തിൽ എഴുതുക. ഇത് നമ്മള് ദശാംശ സംഖ്യകൾ അല്ലെ, ആവർത്തക ദശാംശ സംഖ്യകളൊക്കെ പഠിക്കുന്ന ഭാഗത്ത് ചെയ്യുന്നതാണ് അല്ലെ. എടാ 0.4444 എക്സെട്ര ഇതിന്റെ റൂട്ട് കാണാൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് എഴുതാൻ സാധ്യതയുണ്ട്? 0.222 എന്ന് എഴുതാൻ സാധ്യതയുണ്ട്. മക്കളെ ഇങ്ങനെ ചെയ്യരുത്, തെറ്റാണ്. ഉറപ്പായിട്ടും അത് ഓപ്ഷനിൽ കാണും. ഒരുപാട് പേർക്ക് തെറ്റുന്നതാ. പകരം നമ്മൾ ഈ ആവർത്തിക്കുന്ന ദശാംശ സംഖ്യകൾ ഇപ്പൊ 444 എന്ന് ആവർത്തിക്കുകയാണെങ്കിൽ ഇതിനെ ഏത് രൂപത്തിൽ എഴുതും? 4/9 എന്ന് എഴുതും അല്ലെ. ഇപ്പൊ റൂട്ട് ഓഫ് 0.4444 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് 4/9 എന്ന് എഴുതണം. വേണ്ടേ? 4/9. 4ന്റെ റൂട്ട് എത്രയാന്ന് വെച്ചാൽ അത് 2 ആണ്. 9ന്റെ റൂട്ട് എത്രയാന്ന് വെച്ചാൽ അത് 3 ആണ്. ഇത് ഇത്രയും എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ 4/9 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റി? നമുക്ക് 2/3 എന്ന് എഴുതാൻ പറ്റി. ഈ 2/3 എന്ന് പറയുന്ന ഭിന്നസംഖ്യാ രൂപം അല്ല അവർ നമ്മളോട് ചോദിക്കുന്നത്.
നമ്മളോട് ചോദിക്കുന്നത് ഇതിന്റെ ദശാംശ രൂപമാണ്. അല്ല, ഇപ്പൊ 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതുക അല്ലെ. അപ്പൊ അത് കണ്ടെത്താൻ 2നെ 3 കൊണ്ട് ഹരിച്ചെഴുതുക. അല്ലെങ്കിൽ മറ്റൊരു മാർഗം എന്താന്ന് വെച്ചാൽ ഈ 2/3 താഴെയും മുകളിലും 3 കൊണ്ടങ്ങ് ഗുണിക്കുക. അതുകൊണ്ടുള്ള ഉപകാരം നമുക്കുണ്ട്. അംശത്തിലും ഛേദത്തിലും 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ അംശത്തിൽ 3 കൊണ്ട് ഗുണിച്ചാൽ 6 എന്ന് കിട്ടും. ഛേദത്തിൽ 3 കൊണ്ട് ഗുണിച്ചാൽ 9 എന്ന് കിട്ടും. അപ്പൊ 6/9 ആണ് ഇതിന്റെ ആൻസർ. ഇവിടെ 6/9 ഏതൊരു സംഖ്യയും അല്ലെ, ഒരു ഡിജിറ്റ് നമ്പർ അതിന്റെ താഴെ 9 വരികയാണെങ്കിൽ അതിനെ ഏത് രൂപത്തിൽ എഴുതാം? ഇപ്പൊ 0.444 എന്ന് എഴുതിയതിന് പകരം 4/9 നമ്മൾ എഴുതിയില്ലേ? അതുപോലെ 6/9 എന്നതിനെ 0.666 എക്സെട്ര എന്ന് എഴുതാം അല്ലെ. ഇപ്പൊ 0.666 ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന നമ്പർ 0.4444 എന്നാണ്. ഇതിനെ നമുക്ക് 4/9 എന്ന് എഴുതാം. ഇതിന്റെ റൂട്ട് എടുത്തെഴുതിയാൽ 4/9 റൂട്ട് എഴുതിയാൽ 2/3 എന്ന് എഴുതാം. ആണല്ലോ. 2/3 നമ്മൾ എങ്ങനെ മാറ്റി എഴുതി? മുകളിലും താഴെ 3 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ 6, 3നെ 3 കൊണ്ട് ഗുണിച്ചാൽ 9. 6/9 എന്ന് വെച്ചാൽ എന്താണ്? 0.6666. കണ്ടോ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചോദ്യമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേടാ? അടുത്തൊരു ചോദ്യം, 1.5 സ്ക്വയർ ഇൻറ്റു 0.2 സ്ക്വയർ എത്ര? 1.5 സ്ക്വയർ ഇൻറ്റു 0.2 സ്ക്വയർ. നമുക്കറിയാം ദശാംശ സംഖ്യകളാണ്. ഈ ദശാംശ സംഖ്യകളെ തമ്മിൽ ഗുണിക്കുക അല്ലെങ്കിൽ സ്ക്വയർ ചെയ്യുക, ഇവിടെ എല്ലാം എന്താണ്? ദശാംശ സ്ഥാനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കുക, ഈ 1.5 സ്ക്വയർ എന്ന് വെച്ചാൽ 1.5 ഇൻറ്റു 1.5 അല്ലേ മക്കളെ? ആണല്ലോ. 1.5ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1.5 ഇൻറ്റു 1.5. ഇനി എന്ത് ചെയ്യാ? ഇനിയുള്ളത് 0.2ന്റെ സ്ക്വയറാ. എന്താ? 0.2 ഇൻറ്റു 0.2. കണ്ടോ? ഇവിടെ ദശാംശ സംഖ്യകളെ ഗുണിക്കാൻ. മനസ്സിലായോ? അല്ലാതെ ഇത് സ്ക്വയർ ചെയ്തിട്ട് നിങ്ങൾ ഗുണിക്കാൻ നിൽക്കണ്ട, കുറേ സമയം അങ്ങനെ പോകും. ഓക്കെ. പകരം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദശാംശം ഇല്ലാതെ ഗുണിക്കുക. ദശാംശം ഇല്ലാത്ത സംഖ്യകൾ ആരൊക്കെയാ? 15, 15, 2, 2. ഇവരെ ഗുണിക്കാമല്ലോ. 15നെ 15 കൊണ്ട് ഗുണിച്ചാൽ 225. അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 450. 450നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 900 എന്ന്. അല്ലെങ്കിൽ 15നെ 2 കൊണ്ട് ഗുണിച്ചാൽ 30. ഈ 15നെ 2 കൊണ്ട് ഗുണിച്ചാൽ 30. 30 × 30 900 ആണല്ലോ. ഇനി ഇതിൽ ദശാംശം കൊടുക്കുക. ഇതിൽ എത്ര ദശാംശ സ്ഥാനമുണ്ട്? 1, 2, 3, 4. 4 ദശാംശ സ്ഥാനം ഇതിലേക്ക് കൊടുക്കുക. അപ്പൊ 900-ൽ 4 ദശാംശ സ്ഥാനം കൊടുക്കുക. 900-ൽ 4 ദശാംശ സ്ഥാനം കൊടുത്താൽ എന്ത് കിട്ടും? 0. ഇവിടെ എത്ര ഡിജിറ്റേ ഉള്ളൂ? 3 ഡിജിറ്റേ ഉള്ളൂ. 3 ഡിജിറ്റിൽ 4 സ്ഥാനം കൊടുക്കണമെങ്കിൽ അതിന് മുമ്പായിട്ട് ഒരു 0 കൊടുക്കണ്ടേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 0.09 അല്ലെ. ആക്ച്വലി ഇത് ഇങ്ങനെയാണ് എഴുതേണ്ടത്, 0.0900 എന്നാണ് എഴുതേണ്ടത്. ഇതാണ് ഇതിന്റെ റിസൾട്ട്. പക്ഷെ ഇതിന്റെ അവസാനം വരുന്ന 0 നമ്മൾ എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 0.09 എന്ന് എഴുതിയാൽ മതി. സൂക്ഷിച്ച് ചെയ്യണം. ചോദ്യം ഭയങ്കര സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. എല്ലാവർക്കും തെറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ സമാധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എത്ര ഉള്ളൂ? ഇവിടെ 15, 15, ഇവിടെ 2, 2. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 15 ഇൻറ്റു 15 ഇൻറ്റു 2 ഇൻറ്റു 2 ഇങ്ങനെ ചെയ്യാം. 15 ഇൻറ്റു 2 30, 15 ഇൻറ്റു 2 30, 30 ഇൻറ്റു 30 900 ആണല്ലോ. ദശാംശ സ്ഥാനം നോക്കുമ്പോൾ ഇവിടെ 2 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. മൊത്തം എത്ര സ്ഥാനം വരണം? 4 സ്ഥാനം വരണം. അപ്പൊ എങ്ങനെ എഴുതുക? 0.0900 അല്ലെ. ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 0.09 എഴുതാം. കണ്ടോ? ഇത്രയേ ഉള്ളൂ കാര്യം. സിമ്പിൾ അല്ലേ? കുഴപ്പമില്ലല്ലോ. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക്. 52 കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ 52 കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം? അപ്പൊ ഇവിടുത്തെ സ്പീഡ് എത്രയാണ്? വേഗത എത്രയാണ്? 52 ആണ്. 52 കിലോമീറ്റർ പെർ അവർ അല്ലെ. ഇവിടെ യാത്രക്കെടുത്ത സമയം തന്നിട്ടുണ്ട്. എത്ര മണിക്കൂറാ? 6 മണിക്കൂർ. ഇതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഈ 52 കിലോമീറ്റർ പെർ അവറും ഈ 6 മണിക്കൂറും മാത്രം നമുക്കുള്ളൂ അല്ലെ. ഇവിടെ ഒന്ന് ദൂരം കണ്ടുപിടിക്കണം. ഇവിടെ സഞ്ചരിച്ച ഡിസ്റ്റൻസ് കണ്ടെത്തണം. എങ്ങനെയാ? ഡിസ്റ്റൻസ് കണ്ടെത്താൻ വേഗതയെ സമയം കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടുത്തെ വേഗത എന്ന് പറയുന്നത് 52 തന്നെയാണ് അല്ലെ.
52നെ സമയമായ 6 കൊണ്ട് ഗുണിക്കുക. 50നെ 6 കൊണ്ട് ഗുണിച്ചാൽ 300, 2നെ 6 കൊണ്ട് ഗുണിച്ചാൽ 2 × 6 12. അപ്പൊ എങ്ങനെ എഴുതാം? 312. ഇപ്പൊ എത്ര ദൂരമാണ് സഞ്ചരിച്ചത്? 312 കിലോമീറ്റർ. വേഗതയെ സമയം കൊണ്ട് ഗുണിക്കുക. ഇവിടുത്തെ വേഗത 52 ആണ് അല്ലെ? ഇവിടുത്തെ സമയം 6 ആണ്. 52നെ 6 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 312 കിലോമീറ്റർ. സിമ്പിൾ ആണ്. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ? വേഗതയെ സമയം കൊണ്ട് ഗുണിച്ചു. അതിനകത്ത് കൺവേർഷൻ ഒന്നും ഇല്ല. വെറുതെ വേഗതയൊന്നും എടുത്തിട്ട് കൺവേർട്ട് ചെയ്തേക്കരുത്. 52നെ 6 കൊണ്ട് ഗുണിച്ചാൽ അല്ലെ? 1 മണിക്കൂറിൽ 52 ആണെങ്കിൽ 2 മണിക്കൂറായപ്പോ എന്തായി? 52ന്റെ ഇരട്ടിയായി 104. അപ്പൊ 3 മണിക്കൂറായപ്പോ പിന്നെ 82 ആയി. 4 മണിക്കൂറായപ്പോ പിന്നെ 82. അങ്ങനെ 6 മണിക്കൂർ ആകുമ്പോൾ 52 × 6. അങ്ങനെ ചിന്തിച്ചാൽ മതി. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തൊരു സീരീസ് ആണ്. അടുത്ത സംഖ്യ കണ്ടെത്തുക. 0, 1, 1, 2, 3, 5, 8. ഈ സീരീസ് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? 0, 1 അല്ലെ? 0, 1 കൂടെ ചേർന്നാൽ 1. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ 1, 1 കൂടെ ചേർന്നാൽ അടുത്ത 2. കണ്ടോ? ഈ 2ഉം 1ഉം കൂടെ ചേർന്നാൽ 2ഉം 1ഉം എത്ര വന്നു? 3. പിന്നെ ഈ 3ഉം 2ഉം കൂടെ ചേർന്നിട്ട് തൊട്ടടുത്ത 5 വന്നു. അടുത്തത് ഈ 3ഉം 5ഉം കൂടെ ചേർന്നിട്ട് 8 വന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അടുത്ത നമ്പർ ആരാന്ന് വെച്ചാൽ ഈ 5ഉം 8ഉം കൂടെ ചേർക്കണം. 5നോട് ആരെ ചേർത്തെഴുതുക? 8നെ ചേർത്തെഴുതുക. 8ഉം 5ഉം എത്ര വരുന്നു? 13. അടുത്തടുത്ത 2 സംഖ്യകൾ ചേർത്ത് അടുത്ത സംഖ്യ 0, 1, 1, 1, 1, 2, 2, 1, 3, 3, 2, 5, 5, 3, 8. പിന്നെ ഉള്ളത് എന്താ? 5, 8. അല്ലെങ്കിൽ 8, 5. 8, 5 എത്ര വരുന്നുണ്ട്? 13. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. കണക്ട് ചെയ്ത് പോകുന്ന സീരീസ് ആണ്. ശരിയല്ലേ? അതുപോലെ മറ്റൊരു ചോദ്യം. 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി. അത് വിൽക്കുമ്പോൾ 12% ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു, കച്ചവടക്കാരൻ. അപ്പൊ ഒരാൾ എന്ത് ചെയ്യുന്നു? 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങിയിട്ടുണ്ട്. അതിലൊരു 12% ലാഭം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ എത്ര രൂപയ്ക്ക് നാളികേരം വിൽക്കണം? അപ്പൊ 1200 എന്ന് പറയുന്ന എമൗണ്ടിൽ എത്ര ശതമാനമാണ് ലാഭം? 12% ലാഭം. 1200ന്റെ 12%. അപ്പൊ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തു. 12 × 12 എത്ര കിട്ടണം? 144 രൂപയാണ് ലാഭം കിട്ടേണ്ടത് അല്ലേ? അപ്പൊ 1200ന്റെ 12% 144 എന്ത് കിട്ടണം? ലാഭമായി കിട്ടണം. നിലവിൽ എത്രയാണ് ഈ നാളികേരം വാങ്ങാനായി ചെലവഴിച്ചത്? 1200 ആണ്. ഇതിലൊരു 144 കൂടെ ചേർത്തെഴുതുക. അപ്പൊ 1200ൽ 144 ചേർത്താൽ 1344. കണ്ടോ? ഇത്രേ ഉള്ളൂ. 1200ൽ ഒരു 12% ലാഭം കൂടെ ചേർത്തിട്ട് അല്ലെ 144 രൂപ എക്സ്ട്രാ അല്ലെ അതും കൂടെ ചേർത്താൽ നമുക്ക് എന്ത് പറയാം? 1344 രൂപ എന്ന് പറയാം. തെറ്റുവോ? ഇല്ലല്ലോ. 1200 രൂപയ്ക്ക് നമ്മൾ നാളികേരം വാങ്ങിയിട്ടുണ്ട്. ഇതിലൊരു 12% ലാഭം ചേർക്കുന്നു. 1200ന്റെ 12% എന്ന് വെച്ചാൽ 144 ആണ്. ഇതും കൂടെ ചേർത്ത് വായിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 1344 എന്ന്. ഒന്നുമില്ലല്ലോ. സിമ്പിൾ അല്ലേ? അടുത്തൊരു ചോദ്യം. 2.5 മൈനസ് 8-1 മൈനസ് 16-1. ഭിന്നസംഖ്യകളെ തമ്മിൽ കുറയ്ക്കാനാണ്. തന്നിരിക്കുന്ന ഭിന്നസംഖ്യകൾ ആരൊക്കെയാ? ആദ്യത്തെ മാത്രം ഒരു മിശ്ര ഭിന്നാണ്. ഇതിൽ നിന്ന് 8-1 കുറയ്ക്കണം, പിന്നെ 16-1 കുറയ്ക്കണം അല്ലെ? എന്ത് ചെയ്യാം? ഇവരെല്ലാവരെയും ഒരേ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ഇപ്പൊ ഈ മിശ്ര ഭിന്ന ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് കുറയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ 2.5 എന്ന് എഴുതിയിരിക്കും. 2 1/2 എന്ന് പറയുന്ന ആ ഒരു മിശ്ര ഭിന്നത്തെ നമുക്ക് വിഷമ ഭിന്നമാക്കി മാറ്റാം. അതെന്താണ്? 5/2 ആണ്. ആണല്ലേ? അപ്പൊ 2.5ക്ക് പകരം നമ്മൾ എന്താന്ന് എഴുതുന്നു? 5/2 എന്ന് എഴുതുന്നു അല്ലെ? 5/2ൽ നിന്ന് ആരെ കുറയ്ക്കുക? 8-1 അല്ലെങ്കിൽ 1/8 അല്ലെ? അടുത്ത ഇതിൽ നിന്ന് ആരെ കുറയ്ക്കുക? 16-1 കുറയ്ക്കുക. അപ്പൊ 5/2ൽ നിന്ന് 8-1 കുറയ്ക്കുക, പിന്നെ 16-1 കുറയ്ക്കുക. ഇവരെ തമ്മിൽ കുറയ്ക്കാൻ, ഇവരെ കുറയ്ക്കണമെങ്കിൽ ഛേദം തുല്യമാവണ്ടേ? ഇവിടെ 2, ഇവിടെ 8, ഇവിടെ 16. അപ്പൊ ഛേദം തുല്യമാകണമെങ്കിൽ ഇവിടുത്തെ ഛേദം ആരാ? 16 ആക്കി അങ്ങ് എഴുതിയാൽ മതി. ഈ 2 16 ആകണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? 8 കൊണ്ട്. ഇതേ 8 മുകളിലും ഗുണിച്ചോളൂ. താഴെ 8 കൊണ്ട് ഗുണിക്കുന്ന പോലെ തന്നെ മുകളിലും. അപ്പൊ 8 5 40. ഓക്കെ. ഇവിടെ ഓൾറെഡി 8 വരുന്നുണ്ട്. 8നെ എന്ത് ചെയ്യുക? ഇരട്ടിയാക്കുക. അത് 16 ആണ്. അതേ 2 മുകളിലും കൊടുത്താൽ മതി. ഇവിടെ എന്ത് കൊടുക്കുക? -2.
ഇവിടെ ഓൾറെഡി 16 തന്നെയാണ്. ഇവിടെ എന്ത് ചെയ്താൽ മതിയടാ, ഒന്ന് അതുപോലെ തന്നെ എഴുതിയാൽ മതി. അപ്പൊ 40 2 കുറയ്ക്കുക. 40 2 പോയാൽ എത്രയാ? 38. 38 നിന്ന് 1 കുറയ്ക്കുക. എത്ര കിട്ടി? 37. 37/16 കണ്ടോ? അപ്പൊ ഈ ഒരു ഭിന്നസംഖ്യ, ആദ്യത്തെ ഒരു ഭിന്നസംഖ്യ മാത്രം കൺവേർട്ട് ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഛേദം തുല്യമാക്കി അങ്ങ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടുന്നത് 37/16 എന്നതാണ് ഉത്തരം. ക്ലിയർ ആണോ? ചെയ്ത കാര്യം ഒന്നുകൂടെ പറയാം. എടാ ഇത് 2.5 2.5 എന്ന് വെച്ചാൽ എന്താണ്? 5ന്റെ പകുതിയാണ്. 5/2 ഇതിൽ നിന്ന് ആരെ കുറയ്ക്കണം? 8 കുറയ്ക്കണം. അതിൽ നിന്ന് പിന്നെ 16 കുറയ്ക്കണം. ആണല്ലോ? ആണ്. ഇവരെ തമ്മിൽ കുറയ്ക്കണമെങ്കിൽ ഛേദം തുല്യമാകണം. 2, 8, 16. ഇവിടെ തുല്യമാക്കാൻ ഏത് മതി? 16 മതി. 16 എഴുതി. 2 16 എത്തണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? 8 കൊണ്ട് ഗുണിക്കണം അല്ലെ? അപ്പൊ 8 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? മുകളിലും 8 കൊണ്ട്. 8 5 40. അടുത്തത് ഇവിടെ വരുമ്പോ 8 8നെ 16 ആക്കാൻ ഇരട്ടി എടുക്കണമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും 1ന്റെ ഇരട്ടി എടുക്കുക. എത്ര? 2. ഇവിടെ 16 തന്നെയാണ്. അവിടെ എന്ത് ചെയ്യുക? 1. അപ്പൊ 40 2 കുറച്ചു 38. 38 നിന്ന് 1 പോയാൽ 37. അപ്പൊ 37/16 37 ഡിവൈഡഡ് ബൈ 16. 36/16 എന്നാണോ? അല്ല, 37/16. തെറ്റായില്ലേ? അത്രേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11. അതിലൊരു ടീച്ചറെ കൂടി ഉൾപ്പെടുത്തുകയാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? ശരാശരി 12 ടീച്ചറുടെ വയസ്സ് എത്ര? ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഏതൊരു ക്ലാസ് എടുത്താലും നിങ്ങൾക്ക് ഇതിലുള്ള ഒരു ചോദ്യം മസ്റ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതേ ചോദ്യം തന്നെ നമ്മൾ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട് അല്ലെ? നിലവിൽ എത്ര കുട്ടികളുണ്ട്? 35 കുട്ടികളുണ്ട്. ഇവർക്ക് എത്ര ശരാശരി ഉണ്ട്? 11. ഇതിലൊരു ടീച്ചറും കൂടെ വരുമ്പം എത്ര പേരായി? 36 പേരായി. അപ്പൊ ശരാശരി എത്രയായിട്ടുണ്ട്? 12 എന്ത് മനസ്സിലായി? ഇവിടെ ഒരാളിനെ കൂട്ടിയപ്പോ ശരാശരിയിൽ എത്ര വർധനവുണ്ടായി? 1ന്റെ വർധനവുണ്ടായി അല്ലെ? ആളിന്റെ എണ്ണം 1 കൂടിയപ്പോ ശരാശരി എത്ര കൂടി? 1 കൂടി. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യും? 35നെ 11 കൊണ്ട് ഗുണിക്കുക. 35 × 11 എടുക്കുക. പിന്നെ 36 × 12 എടുക്കുക അല്ലെ? 35നെ 11 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 35 × 11 എത്ര കിട്ടും? 385 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഇതെന്താണ്? 11 പേരുടെ തുകയാണ്. ഇനി 36 × 12 എടുക്കുന്നതെങ്കിൽ 12 പേരുടെ തുക കിട്ടും. അപ്പൊ 36 × 10 360 അല്ലെ? 36 × 2 72. അപ്പൊ എത്ര കിട്ടും? 432 എന്ന് കിട്ടും അല്ലെ? അപ്പൊ 11 പേരുടെ തുക 385, 12 പേരുടെ തുക എത്രയാ? 432. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസമാണല്ലോ 12ാമത്തെ ആള്. അപ്പൊ എന്ത് ചെയ്യാം? 432 നിന്ന് നമ്മൾ എന്ത് ചെയ്യും? 385നെ മൈനസ് ചെയ്യും. അപ്പൊ ഇതെങ്ങനെ മൈനസ് ചെയ്യാം? നോക്ക്. കടമാറ്റം കുറയ്ക്കല്ലേ? 12 5 പോയാൽ എത്ര കിട്ടും? 7. ഇനി വരുന്നത് ഇവിടെ എത്ര ഉള്ളൂ? ഇവിടെ 2 ഉള്ളൂ. അപ്പൊ 12 എടുക്കുക. 12 നിന്ന് 8 പോയാൽ എത്ര കിട്ടും? 4. അതുകൊണ്ട് തന്നെ ടീച്ചറുടെ പ്രായം 47 വയസ്സ്. അപ്പൊ കുട്ടികളുടെ മാത്രം തുക 385, ടീച്ചറും കൂടെ വന്നപ്പോൾ അത് 432. അപ്പൊ അതിനകത്ത് ടീച്ചറുടെ പ്രായം എത്രയാന്ന് വെച്ചാൽ 47. ശരിയല്ലേ? ആണ്. ഇത് ചെയ്യാനുള്ള ടെക്നിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവർക്കും അറിയുന്ന ടെക്നിക്കാണ്. എന്താണ്? ആളുകളുടെ എണ്ണം 1 വർദ്ധിക്കുമ്പോൾ ശരാശരിയിൽ ആ 1 തന്നെയാണ് വർദ്ധിക്കുന്നത് എങ്കിൽ പുതുതായി വന്ന ആളിന്റെ പ്രായമോ ഭാരമോ ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? പഴയ എണ്ണത്തെ പുതിയ ശരാശരി കൊണ്ട് കൂട്ടുക. ഒന്നുകിൽ പഴയ എണ്ണവും പുതിയ ശരാശരിയും കൂടെ കൂട്ടുക. എത്ര കിട്ടും? 47. അല്ലെങ്കിൽ പുതിയ എണ്ണവും പഴയ ശരാശരിയും തമ്മിൽ കൂട്ടുക. പുതിയ എണ്ണം 36, പഴയ ശരാശരി 11. അപ്പൊ എത്രയായി? 47. അങ്ങനെ നമുക്ക് ചെയ്യാം. തെറ്റിപ്പോകരുത്. അപ്പൊ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11. ഒരാളും കൂടെ വന്നപ്പോ 36 അപ്പൊ ശരാശരി എത്രയായി? 12. അവിടെ എത്രയാണ് വർദ്ധിച്ചത് അല്ലെ? അല്ലെങ്കിൽ പുതുതായി വന്നയാളുടെ പ്രായം എത്രയാന്ന് വെച്ചാൽ ഒന്നുകിൽ 35ഉം 12ഉം തമ്മിൽ കൂട്ടുക, അല്ലെങ്കിൽ 36ഉം 11ഉം തമ്മിൽ കൂട്ടുക. എങ്ങനെ കൂട്ടിയാലും ആൻസർ 47. തെറ്റരുത്. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റൂലേ? അടുത്തൊരു ചോദ്യം. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ലസാഗു എത്ര? ആദ്യത്തെ 5 ഒറ്റ സംഖ്യകൾ ആരൊക്കെയാ? 1, 3, 5, 7, 9. ഇവരുടെ ലസാഗു കാണാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സാധാരണഗതിയിൽ ഘടകങ്ങളാക്കും അല്ലെ? അഭാജ്യ ഘടകങ്ങളാക്കി മാറ്റും.
ഇവിടെ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ആലോചിക്കുക മക്കളെ. ഇപ്പൊ ഇവരുടെ ലെസ്സാഗു കാണുമ്പോ ഇപ്പൊ 1 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ പരിഗണിക്കണ്ട. ഓക്കെ, 3 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ പരിഗണിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ 3നേക്കാൾ വലിയൊരു മൾട്ടിപ്പിൾ ഇവിടെ കിടപ്പുണ്ട്, 9. 3ന്റെ ഒരു വലിയ മൾട്ടിപ്പിൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെ എടുക്കണ്ട? 3ന്റെ എടുക്കണ്ട. പകരം നമ്മൾ ഈ 3 സംഖ്യകളുടെ മാത്രം ലെസ്സാഗു കണ്ടാൽ മതി. അല്ലാതെ ഈ 5 സംഖ്യകളെ നിരത്തി എഴുതി നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഘടകങ്ങളാക്കാൻ പോകണ്ട കേട്ടോ. അപ്പൊ 1, 3 നമ്മൾ റിജക്ട് ചെയ്തു. കാരണം എന്താ? 1 എവിടെ വന്നാലും വന്നില്ലെങ്കിലും കാര്യമില്ല. ഇനി 3 റിജക്ട് ചെയ്യാൻ കാരണം 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആയ 9 അവിടെ ഉണ്ട്. ഇവിടുത്തെ ലെസ്സാഗു കാണാൻ നിങ്ങൾ ആലോചിക്കുക, ഈ 5ഉം 7ഉം 9ഉം മാത്രമേ ഉള്ളൂ. ഇവരെ നമ്മൾ ഘടകം ക്രിയ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഘടകങ്ങളാക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. എന്താ കാരണം? ഇവർക്ക് കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഇല്ല, കോമൺ ആയിട്ട് ഘടകങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലെസ്സാഗു അഥവാ LCM കാണാൻ ഇവരെ തമ്മിൽ ഗുണിച്ചാൽ മതി. 5 × 7 × 9. 7 5 35. 35നെ 9 കൊണ്ട് ഗുണിച്ചാൽ മാത്രം മതി. അപ്പൊ നമ്മുടെ ആൻസർ 315. സിമ്പിൾ ആണ് കേട്ടോ. ലെസ്സാഗു കാണാൻ ഇവിടെ ഘടകക്രിയയുടെ ആവശ്യം വരുന്നില്ല. കാരണം ഇവരെല്ലാവരും എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള സംഖ്യകളാണ്. പൊതുവായിട്ട് എന്തില്ല? ഘടകങ്ങളില്ല. അപ്പൊ സംഖ്യകൾ ആരൊക്കെയാന്ന് വെച്ചാൽ 1ഉം 3ഉം 5ഉം 7ഉം 9ഉം ആണ്. ഇവരെല്ലാരെയും നമുക്ക് ആവശ്യമില്ല. 1 ആവശ്യമില്ല, 3 ആവശ്യമില്ല. എന്താ കാരണം? 1ന്റെ മൾട്ടിപ്പിൾ ഓൾറെഡി ഇവിടെ ഉണ്ട്, 3ന്റെ മൾട്ടിപ്പിൾ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 5, 7, 9 മാത്രം എടുത്താൽ മതി. അപ്പൊ 5 × 7 × 9. 7 5 35. 35നെ 9 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 315 എന്നാണ്. 315. കണ്ടോ? സിമ്പിളാണ്. കിട്ടിയില്ലേ? അത്രേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം. കേരള കോഡ് JFQBKB എന്നാണ്. അപ്പൊ കേരള എന്ന് പറയുന്ന വേർഡിന് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കോഡ് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ കേരളക്ക് തന്നിരിക്കുന്ന കോഡ് എന്താന്ന് വെച്ചാ JFQBKB എന്നാണ് അല്ലെ? അപ്പൊ K ജെയിലേക്ക് വരികയാണ്, എന്താ സംഭവിക്കുന്നത്? ഒന്ന് കുറഞ്ഞു. ഈ Fലേക്ക് വരികയാണ്, എന്താ സംഭവിക്കുന്നത്? ഒന്ന് കൂടുന്നു. 6 Qയിലേക്ക് വരികയാണ്, എന്ത് ചെയ്യുന്നു? ഒന്ന് കുറയുന്നു. A Bയിലേക്ക് വരുന്നു, എന്ത് ചെയ്യുന്നു? ഒന്ന് കൂടി. L Kയിലേക്ക് വന്നു, എന്ത് ചെയ്തു? ഒന്ന് കുറഞ്ഞു. A Bയിലേക്ക് വന്നു, എന്ത് ചെയ്തു? ഒന്ന് കൂടി. ഇങ്ങനെയാണ് സംഭവം. അപ്പൊ ഒന്ന് കുറഞ്ഞു, ഒന്ന് കൂടി, ഒന്ന് കുറഞ്ഞു, ഒന്ന് കൂടി. ഇതായിരുന്നു ഇവിടുത്തെ കോഡിംഗ് രീതി. അപ്പൊ നമുക്ക് ഇനി എവിടെ പോകണം? ഒഡീഷയിലേക്ക് പോകണം. ഒഡീഷയുടെ കോഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആദ്യമേ ഫിക്സ് ചെയ്യാം. ആദ്യം ഒന്ന് കുറയ്ക്കുക, പിന്നെ ഒന്ന് കൂട്ടുക, പിന്നെ ഒന്ന് കുറയ്ക്കുക, ഒന്ന് കൂട്ടുക, ഒന്ന് കുറയ്ക്കുക, ഒന്ന് കൂട്ടുക. ഇതങ്ങ് ഫിക്സ് ചെയ്യുക. ഓക്കെ, പിന്നെ സിമ്പിളാ. ഈ ഓയിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. ഓയുടെ തൊട്ട് മുന്നിലുള്ള ലെറ്റർ ആരാ? N ആണ് അല്ലെ? ഡിയോട് ഒന്ന് കൂട്ടുക, ഡിയോട് ഒന്ന് കൂട്ടിയാൽ ഇ. ഐയിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക, ഐയിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എന്ത് കിട്ടും? H. എസിനോട് ഒന്ന് കൂട്ടുക അല്ലെ? എസിനോട് ഒന്ന് കൂട്ടിയാൽ എന്ത് കിട്ടും? T. എച്ചിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക, എച്ചിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എന്താ കിട്ടുക? എച്ചിന് തൊട്ട് മുമ്പുള്ള ലെറ്റർ G ആണ്. എയോട് ഒന്ന് കൂട്ടുക, എന്ത് കിട്ടും? B. കണ്ടോ? അപ്പൊ NEHTGB. NEHTGB ആദ്യത്തെ ഓപ്ഷൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ കോഡിങ്ങിനകത്ത് കൂട്ടലും കുറയ്ക്കലും വന്നിട്ടുണ്ട്. ഒന്ന് കുറഞ്ഞു, ഒന്ന് കൂടി, ഒന്ന് കുറഞ്ഞു, ഒന്ന് കൂടി. ആ രീതിയിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഒഡീഷയുടെ കോഡ് എഴുതിയപ്പം O ഒന്ന് കുറച്ചെഴുതി, D ഒന്ന് കൂട്ടി, I ഒന്ന് കുറച്ചു, S ഒന്ന് കൂട്ടി, H ഒന്ന് കുറച്ചു, A ഒന്ന് കൂട്ടി. ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തത്. അപ്പൊ നമ്മുടെ ആൻസർ NEHTGB എന്നാണ്. കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം. 50 കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിന്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിന്റെ സ്ഥാനം എന്താണ്? ഏറ്റവും സിമ്പിൾ ചോദ്യം അല്ലേ? അപ്പൊ സ്ഥാനനിർണയം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഏറ്റവും ചെറിയ ചോദ്യം നമുക്ക് വേണമെങ്കിൽ പറയാം. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്, അനുവിന്റെ റാങ്ക് 20 ആണ് മുന്നിൽ നിന്ന് അല്ലെ? അപ്പൊ പിന്നിൽ നിന്ന് അല്ലെങ്കിൽ അവസാനത്തെ റാങ്കിൽ നിന്ന് എത്രയാണെന്ന് അറിയാൻ നമ്മൾ ടോട്ടൽ നമ്പറായ 50, ഈ 50ൽ നിന്ന് നിലവിലുള്ള 20 അങ്ങ് കുറയ്ക്കാം. 50 നിന്ന് 20 പോയാൽ എത്രയാ? 30. മതിയോ? 30 ഓപ്ഷനകത്ത് ഉണ്ടാവും, തുടരുത്. ഇതിന്റെ കൂടെ ഒന്ന് കൂട്ടണം. ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. ടോട്ടൽ നമ്പറിൽ നിന്ന് നിലവിലുള്ള നമ്പർ കുറച്ചെഴുതുക, എന്നിട്ട് ഒന്ന് കൂട്ടി എഴുതുക അല്ലെ? 50 നിന്ന് 20 കുറച്ചു 30, 30നോട് ഒന്ന് കൂട്ടി. നമ്മുടെ ആൻസർ 31. തെറ്റല്ലേ മക്കളെ? നല്ല ചോദ്യം. 1 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. 50 നിന്ന് 20 പോയാൽ 30, 30നോട് ഒന്ന് കൂട്ടിയാൽ 31. എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ.
അല്ലേ? അടുത്തൊരു ചോദ്യം, 5 126 9 ഡാഷ്. ഇത് കാണുമ്പോൾ അംശബന്ധമാണെന്ന് തോന്നരുത്. ഇത് ശരിക്കും മെന്റൽ എബിലിറ്റിയിലെ അനലോഗി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അനലോഗി എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്ത് പറയും? സമാന ബന്ധങ്ങൾ എന്ന് പറയും കേട്ടോ. അപ്പൊ സമാന ബന്ധമാണ്. 5 എന്ന് പറയുന്ന സംഖ്യക്ക് 126 ഒരു ബന്ധമുണ്ട്. അതേ ബന്ധം 9 എന്ന സംഖ്യക്ക് ആരോടാണ്? 5ഉം 126 തമ്മിലുള്ള പ്രത്യക്ഷത്തിലുള്ള ബന്ധം നിങ്ങൾക്ക് അറിയാം. എന്താണ്? 5 എന്ന് പറയുന്ന സംഖ്യയുടെ ക്യൂബ് എത്രയാ? 125 അല്ലെ? ഈ 125നോട് 1 കൂട്ടിയാൽ 126 കിട്ടും. മനസ്സിലായി? അതായത് തന്നിട്ടുള്ള സംഖ്യ ആദ്യം ക്യൂബ് എടുക്കുക, എന്നിട്ട് 1 കൂട്ടുക, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 9നെയും നമ്മൾ അതേ പ്രോസസ്സ് തന്നെ ചെയ്യുക. 9നെ ക്യൂബ് എടുക്കുക, 9ന്റെ ക്യൂബിനോട് 1 കൂട്ടുക. 9നെ 3 തവണ എഴുതി ഗുണിക്കലാണല്ലോ ക്യൂബ്. അപ്പൊ 9 × 9 × 9 എത്രയാ? 729 ആണല്ലോ. ഇതിനോട് എന്ത് കൂട്ടി എഴുതണം? 1 കൂട്ടി എഴുതണം. 729ൽ 1 കൂട്ടിയാൽ 730. കഴിഞ്ഞില്ലേ കാര്യം? സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ. കണ്ടോ? 730. ചെയ്ത എന്താന്ന് നോക്കുക. 5 എന്ന് പറയുന്ന സംഖ്യയുടെ ക്യൂബിനോട് 1 കൂട്ടി. ഓക്കെ. അപ്പൊ 9 എന്ന് പറയുന്ന സംഖ്യയുടെ ക്യൂബിനോട്, 9ന്റെ ക്യൂബ് 729 ആണ്, 1 കൂട്ടിയാൽ 730 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ 5ന്റെ ക്യൂബിനോട് 1 കൂട്ടി, 9ന്റെ ക്യൂബിനോട് 1 കൂട്ടിയാൽ 730. സിമ്പിൾ. ഓക്കെ. അടുത്ത ചോദ്യം, അത്യാനെ കണ്ടെത്തുക. 146 156 176 196. ഇത് കാണുമ്പോൾ തന്നെ എല്ലാ സ്ഥലത്തും 6 6 6 വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അടിക്കാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷൻ ഏതാന്ന് വെച്ചാൽ 196 ആണ്. ഓക്കെ. 196ന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ്. ബാക്കി ആരും പെർഫെക്റ്റ് അല്ല. പക്ഷെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മക്കളെ, ഒറ്റയാനെ കണ്ടെത്തുക എന്നാണ്. എന്ന് വെച്ചാൽ ഒരുത്തന് പ്രത്യേകിച്ച് ഒരു പരിഗണന കിട്ടുക എന്നുള്ളതല്ല, 3 പേർക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ടാവുക, 4മത്തെ ആളിന് ആ സ്വഭാവം ഇല്ലാതിരിക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാര് കമന്റ് ചെയ്യാൻ പോകുന്ന ആൻസർ ഇതാണ്. ഒരുപാട് പേർക്ക് ഈ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ചോദ്യകർത്താവിന്റെ മനസ്സനുസരിച്ച് നിങ്ങൾ ചെയ്യുക. മക്കളെ, ഒറ്റയാനെ കണ്ടെത്തുക എന്ന് വെച്ചാൽ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഒരു സ്വഭാവം ഉണ്ടാവുക, അതിൽ ഒരാൾക്ക് മാത്രം ആ സ്വഭാവം ഇല്ലാതിരിക്കുക. ബെസ്റ്റ് ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുക. ഇതിലെല്ലാം കോമൺ ആയിട്ട് ആരുണ്ട്? 6 ഉണ്ട്. അങ്ങ് കളഞ്ഞേ. ബാക്കിയുള്ളത് നോക്കി. 14 15 17 19. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം മനസ്സിലാവും. 15 17 19 ഇവരെല്ലാവരും ഒറ്റ സംഖ്യകളാ, തുടർച്ചയായ ഒറ്റ സംഖ്യകളാ. പക്ഷെ ഈ 14 ഒരു ഒറ്റ സംഖ്യ അല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഒറ്റയാൻ 146 വരാനാണ് സാധ്യത. ഇനി നമ്മുടെ ചോദ്യകർത്താവ് എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് ഇപ്പോഴും അറിയില്ല, അല്ലെ? പക്ഷെ ഒറ്റയാൻ എന്ന് ചോദിക്കുമ്പോ അതിനകത്ത് ഇതാണ് കൺസെപ്റ്റ്. 3 പേർക്ക് ഒരു സ്വഭാവം ഉണ്ടാവുക, ഒരാളിന് ആ സ്വഭാവം ഇല്ലാതിരിക്കുക. ആ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 156 176 196 അവരെല്ലാവരും ഒരു ഗ്രൂപ്പാണ്, 146 വേറെ ഗ്രൂപ്പാണ്. സോ 146 ഒറ്റയാണ്. അങ്ങനെയാണ് വരേണ്ടത്. അല്ലെങ്കിൽ ഇതിനൊരു സംഖ്യാ ശ്രേണിയായിട്ട് പരിഗണിക്കുക. അപ്പൊ 156 176 വ്യത്യാസം എത്രയാ? 20. 176 196 വ്യത്യാസം എത്രയാ? 20. അവിടെ ഒരു 20ന്റെ ഗ്യാപ്പ് വരുന്നുണ്ട്. എന്നാൽ 146 156 തമ്മിൽ എന്തോ ഇല്ല, ആ 20 വരുന്നില്ല. ആക്ച്വലി ഇവിടെ 136 വന്നാൽ ഓക്കെ ആയിരുന്നു. മനസ്സിലായോ? അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് ആരാ? 146. 136 ആയിരുന്നെങ്കിൽ നമുക്ക് ഓക്കെ ആയിരുന്നു. 146 കൂട്ടത്തിൽ പെടുന്നില്ല. അങ്ങനെ നമുക്ക് എടുക്കാം. അപ്പൊ 196 ശ്രദ്ധിക്കുക. അപ്പൊ ഒരു പ്രത്യേക സംഖ്യക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ളത് കൊണ്ട് അവൻ എന്തേ ആകുന്നില്ല? ഒറ്റയാനാകുന്നില്ല. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ പെടുന്നില്ല എങ്കിൽ മാത്രമേ അവൻ എന്താവൂ? ഒറ്റയാനാകൂ. തെറ്റരുത് കേട്ടോ. മറ്റൊരു ചോദ്യം, പ്ലസ് ഈക്വൽ ടു ഇൻറ്റു, മൈനസ് ഈക്വൽ ടു ഡിവിഷൻ, ഇൻറ്റു ഈക്വൽ ടു മൈനസ്, ഡിവിഷൻ ഈക്വൽ ടു പ്ലസ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 5 + 6 ഡിവൈഡഡ് ബൈ 6 -2 × 10. ഇതെങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ 5 6 6 2 10 സംഖ്യകൾ നിരത്തി എഴുതുക. 5 6 6 2 10. ഓക്കെ. ഇതിൽ എന്ത് വരുന്നുണ്ട്? ഒരു പ്ലസ് വരുന്നുണ്ട്, അല്ലെ? പ്ലസിന് പകരം എന്ത് കൊടുക്കണം? ഇൻറ്റു കൊടുക്കണം. ഇൻറ്റു കൊടുത്തു. അടുത്ത് വരുന്ന ഒരു ഡിവിഷൻ ആണ്. ഡിവിഷന് പകരം എന്ത് കൊടുക്കുക? ഡിവിഷന് പകരം പ്ലസ് കൊടുക്കണം. അപ്പൊ പ്ലസ് അവിടെ ഇടുക, ചിഹ്നം മാറ്റി ഇടുക കേട്ടോ. ഇത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ, അല്ലെ? യെസ്. അടുത്ത് വരുന്നത് മൈനസ് ആണ്. മൈനസിന് പകരം എന്ത് കൊടുക്കുക? ഡിവിഷൻ കൊടുക്കുക. ഓക്കെ. അടുത്ത് വരുന്ന ഇൻറ്റു ആണ്. ഇൻറ്റുവിന് പകരം എന്ത് കൊടുക്കുക? മൈനസ് കൊടുക്കുക. കണ്ടോ? എല്ലാ ചിഹ്നങ്ങളും മാറ്റിയിടുക. ഇത്തരം ചോദ്യം വന്നാൽ ആദ്യം ചെയ്യേണ്ടത് സംഖ്യകൾ മാത്രം ക്രമത്തിൽ നിരത്തി എഴുതുക.
എന്നിട്ട് ചിഹ്നങ്ങൾക്ക് പകരം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചിഹ്നം മാത്രം കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബോഡ് മാസ് റൂളിലേക്ക് പോകും. ബോഡ് മാസ് റൂൾ അല്ലേ? ഇതിനകത്ത് ബിയും ഓയും ഒന്നും നമുക്ക് വേണ്ട, നമുക്ക് ഡി മാസ് മാത്രം മതി. ആദ്യം ഡിവിഷൻ, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടൂടാ? 3. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ കഴിഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 5 × 6 എത്ര കിട്ടി? 30 അല്ലേ? പ്ലസ് വന്നു, ഇവിടെ ഒരു മൈനസ് വന്നു, 10 വന്നു. അടുത്ത എന്താണ്? അഡിഷൻ ആണ് അല്ലേ? 30ഉം 3ഉം 33. 33ൽ നിന്ന് ആരെ കുറയ്ക്കുക? 10 കുറയ്ക്കുക. 33ൽ നിന്ന് 10 പോയാൽ നമുക്ക് കിട്ടുന്നത് 23. സോ നമ്മുടെ ആൻസർ 23. സിമ്പിൾ. ഓക്കെ, ഈ ടൈപ്പ് എല്ലാ ചോദ്യങ്ങളും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. എന്ത് ചെയ്യുക? ആദ്യം സംഖ്യകളെ നിരത്തി എഴുതുക, എന്നിട്ട് ചിഹ്നങ്ങൾക്ക് പകരമുള്ള ആൾക്കാരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് ചെയ്യാൻ മറന്നുപോയാൽ തീർന്നു കേട്ടോ. അതായത് തന്നിട്ടുള്ള പ്ലസ് ആണ്, പ്ലസിന് പകരം ഇൻറ്റു കൊടുത്തു. പിന്നെ ഡിവിഷൻ തന്നു, ഡിവിഷന് പകരം നമ്മൾ എന്താ എഴുതേണ്ടിയിരുന്നത്? ചോദ്യത്തിൽ തന്നെ ഉണ്ട്, എന്താണ്? ഡിവിഷൻ എന്നതിന് പകരം പ്ലസ് എഴുതണം. അടുത്ത മൈനസ് ആണ്, മൈനസിന് പകരം എന്ത് കൊടുത്തു? ഡിവിഷൻ കൊടുത്തു. അടുത്തത് ഇൻറ്റു ആണ്, ഇൻറ്റു എന്നതിന് പകരം എന്ത് കൊടുത്തു? മൈനസ് കൊടുത്തു. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ ആണേ? കുഴപ്പമില്ലേ? യെസ്. അപ്പൊ ഇവിടുത്തെ ആൻസർ 23. 23. ക്ലിയർ. അടുത്തൊരു ചോദ്യം ഭിന്നസംഖ്യയായിട്ട് ബന്ധപ്പെട്ടതാണ്. ചോദ്യം കണ്ടോ? 2/3 പ്ലസ് എക്സ് ഈക്വൽ ടു 5/6. എക്സിന്റെ വില എത്ര? അതായത് 2/3നോട് ആരെ ആഡ് ചെയ്താൽ? എക്സിനെ ആഡ് ചെയ്താൽ നമുക്ക് 5/6 കിട്ടും. ഓക്കെ, 2/3നോട് എക്സ് ആഡ് ചെയ്താൽ 5/6 കിട്ടും. എന്നാൽ എക്സ് എത്ര എന്നാണ്? എക്സിന്റെ വില എത്ര എന്നാണ്? എക്സിന്റെ വില കണ്ടുപിടിക്കാൻ 5/6ൽ നിന്ന് ആരെ മൈനസ് ചെയ്താൽ മതി? 2/3നെ മൈനസ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ, കഴിഞ്ഞു കേട്ടോ. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ അവിടെ കൂട്ടിയിരിക്കുന്ന 2/3 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് കുറയ്ക്കുക. 5/6 ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, അതവിടെ കിടക്കട്ടെ. ഓക്കെ, 2/3 ഇവിടെ നിന്ന് കുറയ്ക്കണമെങ്കിൽ ഛേദം തുല്യാവണ്ടേ? വേണം. ഇവിടെ 6 ആണ്, ഇവിടെ 3 ഉള്ളൂ. 3നെ 6 ആക്കണം, ഇരട്ടി എടുത്താൽ പോരെ? അപ്പൊ 6, മുകളില് 2 ആണുള്ളത്, 2ന്റെ ഇരട്ടി 4. 5/6ൽ നിന്ന് 4/6 കുറയ്ക്കുക. 5/6ൽ നിന്ന് 4/6 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 1/6. ഉണ്ടോ? ആൻസർ 1/6. 6ൽ1. സിമ്പിൾ അല്ലെ? ചെയ്ത കാര്യം എത്രേ ഉള്ളൂ. ഈ ഒരു എക്സ് കണ്ടെത്താൻ എന്ത് ചെയ്തു? ഈ കാണുന്ന 5/6 എന്ന മൂല്യത്തിൽ നിന്ന് ആരെ കുറച്ചു? 2/3 കുറച്ചു. ഈ 2/3 അല്ലെ? 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആലോചിക്കുക, ഇവിടെ ഒരു 6 ആണ്. ഇവിടെ 6 ആക്കിയാൽ നല്ലതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരട്ടിയാക്കി, ഇവിടെ ഇരട്ടിയാക്കി. കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് കിട്ടുന്നത് 5/6 മൈനസ് 4/6. 5/6ൽ നിന്ന് 4/6 പോയാൽ നമുക്ക് കിട്ടുന്നത് 1/6. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഓക്കെ, അടുത്തൊരു ചോദ്യം എന്താണ്? സെൻസ് ഓഫ് ഡയറക്ഷൻ, ദിശാവബോധവുമായി ബന്ധപ്പെട്ടതാണ്. ഒരാൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ട് നടക്കുന്നു. തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ട് നടക്കുന്നു. ഇപ്പോ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള കുറഞ്ഞ അകലം എത്ര? ഇത് ജസ്റ്റ് വരച്ചാൽ തന്നെ കിട്ടും അല്ലേ? എങ്ങനെയാ? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തോ. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഒരാൾ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അങ്ങോട്ട് പോയി 5 മീറ്റർ കിഴക്കോട്ട് പോയി. അപ്പൊ ഈസ്റ്റിലേക്ക്, കിഴക്കോട്ടേക്ക് ഒരു 5 മീറ്റർ ദൂരം സഞ്ചരിച്ചു. അതിനുശേഷം ലംബമായി എങ്ങോട്ട്? വടക്കോട്ട്. ആ ഒരു പോയിന്റിൽ നിന്ന് ലംബമായി എന്ന് വെച്ചാൽ എന്താണ്? പെർപെൻഡിക്കുലർ ആയി 90 ഡിഗ്രി കോണിൽ എങ്ങോട്ടേക്ക് സഞ്ചരിച്ചു? വടക്കോട്ടേക്ക് സഞ്ചരിച്ചു അല്ലെ? എത്ര ദൂരം സഞ്ചരിച്ചു? 12 മീറ്റർ. ഈ 5 മീറ്ററും 12 മീറ്ററും ആണുള്ളത്. അതെ, ഇവിടെ എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പൊ ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, ഇത് ഫിനിഷിംഗ് പോയിന്റ് ആണ്. ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള അകലം കണക്കാക്കുക അല്ലെ? തുടങ്ങിയ സ്ഥലം മുതൽ തീർന്ന സ്ഥലം വരെയുള്ള അകലം. ഇത് കണക്കാക്കാൻ വേണ്ടി നമ്മൾ ആരുടെ ഹെൽപ്പാണ് തേടുന്നത്? പൈതഗോറസ് തിയറം അല്ലെ? എങ്ങനെ ചെയ്യും? റൂട്ട് ഓഫ്, എങ്ങനെ എടുക്കാം? തന്നിരിക്കുന്ന നമ്പേഴ്സ് എടുക്കുക. 5ന്റെ സ്ക്വയർ പ്ലസ് 12ന്റെ സ്ക്വയർ അല്ലെ? 5ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ്? 25 ആണ്. 12ന്റെ സ്ക്വയർ ആരാണ്? 144. 25ഉം 12ഉം തമ്മിൽ കൂട്ടണോ? അങ്ങനെയല്ല, 12ന്റെ സ്ക്വയറും തമ്മിൽ കൂട്ടുക. അപ്പൊ നമുക്ക് കിട്ടുന്ന റൂട്ട് ഓഫ് 25ഉം 144ഉം കൂട്ടിയിട്ട് 169 എന്ന് എഴുതുക. 169ന് റൂട്ട് ഉണ്ടോ? ഉണ്ട്. എത്രയാ? 13. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ്
സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 13 മീറ്റർ. എത്ര മീറ്ററാ? 13. തെറ്റിപ്പോകരുത്. ഓക്കെ, ഇതിപ്പോ വരച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ, വരയ്ക്കാതെ നമുക്ക് ചെയ്യാം. അപ്പൊ ആലോചിക്കുക, എങ്ങനെയാണ് ആദ്യം സഞ്ചരിച്ചത്? 5 മീറ്റർ ഈസ്റ്റിലേക്കാ, കിഴക്കോട്ട്. അതിനുശേഷം 12 മീറ്റർ എങ്ങോട്ടാ സഞ്ചരിച്ചേ? നോർത്തിലേക്കാ. അപ്പൊ ഈസ്റ്റും നോർത്തും രണ്ടുപേരും പരസ്പരം ലംബമായ ദിക്കുകളല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡിസ്റ്റൻസ് കണക്കാക്കാൻ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യാം. 5ന്റെ സ്ക്വയറും 12ന്റെ സ്ക്വയറും തമ്മിൽ കൂട്ടുക. റൂട്ട് എടുക്കുക. 5ന്റെ സ്ക്വയർ 25, 12ന്റെ സ്ക്വയർ 144. ഇവരെ തമ്മിൽ കൂട്ടിയാൽ 169. 169ന്റെ റൂട്ട് എന്ന് പറയുന്നത് 13 ആണ്. നേരിട്ട് എഴുതിക്കോ. അവിടുത്തെ അകലം 13 മീറ്റർ. തെറ്റരുത്. ക്ലിയർ ആയോ? ചെയ്തെടുക്കാൻ പറ്റിയോ? യെസ്. അടുത്തൊരു ചോദ്യം. ഇത് നമുക്ക് സമാന ബന്ധങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് തന്നെയാണ്. പുസ്തകങ്ങൾ ലൈബ്രറിയിലാണ്, അല്ലെ? സിനിമ എവിടെയാണ്? ആരെങ്കിലും പറഞ്ഞു തരണോ? ടിക്കറ്റിലാണോ സിനിമ? സംവിധായകനിലാണോ സിനിമ? നിർമ്മാതാവിലാണോ? അല്ല, നമുക്ക് സിനിമ കാണാൻ പറ്റുന്നത് തിയേറ്ററിലാണ്. ബുക്ക് നമുക്ക് കിട്ടുന്നത് ലൈബ്രറിയിൽ നിന്നാണ്, അല്ലെ? എന്നാൽ സിനിമ നമുക്ക് കിട്ടുന്നത് സംവിധായകൻ നേരിട്ട് കൊണ്ട് തന്നെയാണോ? അല്ല, തിയേറ്ററിൽ നിന്നാണ്. അത് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ നമുക്കത് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം എവിടെയാണ്? തിയേറ്റർ ആണ് കേട്ടോ. അടുത്തൊരു ചോദ്യം. എയുടെ അമ്മയാണ് ബി, ബിയുടെ അമ്മയാണ് സി, സിയുടെ മകനാണ് ഡി, അല്ലെ? എങ്കിൽ എയുടെ ആരാണ്? ഡി എന്നാണ്. അപ്പൊ ആലോചിക്കുക, എയുടെ അമ്മ, എ എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്കറിയില്ല. എയുടെ അമ്മ ആരാണ്? ബി ആണ്, അല്ലെ? അപ്പൊ ബി ആരാണ്? ഒരു ഫീമെയിൽ ക്യാരക്ടറാണ്, ആണല്ലോ. ഇനി പറയാണ് ബിയുടെ അമ്മയാണ് സി. അപ്പൊ ബിയുടെ അമ്മയുണ്ട്, അതാരാണ്? സി. അതെന്താണ്? ഫീമെയിൽ ആണ്. ഇനി പറയാണ് സിയുടെ മകനാണ് ഡി. അപ്പൊ സിക്ക് ഒരു മകൻ കൂടിയുണ്ട്, എന്ന് വെച്ചാൽ ആരാ? ബിയുടെ സഹോദരനാ, അല്ലെ? അപ്പൊ ബിയുടെ സഹോദരനാണ് ഡി. അതാരാ? മെയിൽ ക്യാരക്ടറാ, അല്ലെ? അപ്പൊ നമ്മളിങ്ങനെ സൂചിപ്പിക്കാറുണ്ട്, എമ്മും എഫ് ഉപയോഗിക്കാറുണ്ട്, പ്ലസും മൈനസും ഉപയോഗിക്കാറുണ്ട്, അങ്ങനെയൊക്കെ സൂചിപ്പിക്കാറുണ്ട്, അല്ലെ? അപ്പൊ എയുടെ അമ്മയാണ് ബി, ബിയുടെ അമ്മയാണ് ആര്? സി, സിയുടെ മകനാണ് ഡി, എന്ന് വെച്ചാൽ ആരാണ്? ബിയുടെ സഹോദരനാണ് ആര്? ഡി, അല്ലെ? ബിക്ക് സഹോദരൻ ഡി. ഇനി പറയാണ് എയുടെ ആരാണ്? ഡി, അല്ലെ? എയുടെ ആരാണ് ഡി എന്ന് ചോദിച്ചാ എയുടെ അമ്മയുടെ സഹോദരനാണ്. എയുടെ അമ്മ ബി ആണ്, ബിയുടെ സഹോദരൻ ഡി ആണ്. അപ്പൊ അമ്മയുടെ സഹോദരൻ എന്ന് വെച്ചാൽ ആരാ? അമ്മാവൻ, അല്ലെ? എയുടെ ആരാണ്? ഡി, അമ്മാവൻ. ഓക്കെ, ചെയ്താരി അത്രേ ഉള്ളൂ. ആരാണ് ആദ്യത്തെ ക്യാരക്ടർ? എ ആണ്. എയുടെ അമ്മ ആരാണ്? ബി ആണ്. ബിയുടെ അമ്മ ആരാണ്? സി ആണ്. സിക്ക് ഒരു മകനുണ്ട്, അതാരാ? ഡി. അപ്പൊ ഡിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ബിയുടെ സഹോദരനല്ലേ. ബിയുടെ സഹോദരനാണ് ഡി. അങ്ങനെയാണെങ്കിൽ എയുടെ ആരാണ്? ഡി എന്ന് വെച്ചാൽ അമ്മയുടെ സഹോദരൻ. അമ്മയുടെ സഹോദരൻ അമ്മാവൻ, അല്ലെങ്കിൽ അങ്കിൾ, അല്ലെ? അത്ര ഉള്ള കാര്യം. അടുത്ത ചോദ്യം. മനുവിന് ബിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം മനുവിന്റെ പ്രായം ബിനുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാകും. ഇപ്പോൾ മനുവിന്റെ പ്രായം എത്രയാണ്? ഇത് നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന സമയത്തും നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്തും എപ്പോഴും പറയണം അജയൻ, വിജയൻ, അല്ലെ? പിന്നെ അരുൺ, വരുൺ, അങ്ങനെ പല പേരുകളിലായി ഇതേ ചോദ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെ? മനുവിന് ബിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അപ്പൊ മനുവിന്റെ പ്രായം നമുക്ക് എന്തെടുക്കാം? ബിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതൽ എടുക്കണ്ടേ? അപ്പൊ ബിനുവിന് ഇപ്പോ വയസ്സുണ്ടെന്ന് വിചാരിക്കേ. മനുവിന് എത്ര വയസ്സുണ്ട്? 10 വയസ്സ് കൂടുതലാ. അപ്പൊ മനുവിന്റെ പ്രായം എന്ത് എന്ന് ചോദിച്ചാൽ ബിനുവിന്റെ പ്രായത്തിനോട് എത്ര കൂട്ടണം? കൂട്ടണം. ഇങ്ങനെ എഴുതാം, അല്ലെ? ബിനുവിന്റെ പ്രായം ആണെങ്കിൽ മനുവിന്റെ പ്രായം v+10 ആണല്ലോ. ഇനി പറയാണ് അടുത്ത വർഷം എന്ന് വെച്ചാൽ എന്താണ്? രണ്ടുപേർക്കും 1 വയസ്സ് കൂടുമല്ലേ. അടുത്ത വർഷം ആകുമ്പോൾ ബിനുവിന്റെ പ്രായം എത്രയാവും? 1 കൂടും. മനുവിന്റെ പ്രായമാവും അതും 1 കൂടും, അല്ലെ? v+10നോട് ഒരു 1 കൂടെ കൂട്ടുക. കൂട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്നറിയോ? ബിനുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാകും മനുവിന്റെ പ്രായം. ബിനുവിന്റെ പ്രായത്തെ, ബിനുവിന് ഇപ്പൊ എത്ര വയസ്സായി? v+1 ആണ്. ഇതിന് 2 കൊണ്ട് ഗുണിച്ചാൽ ആരുടെ പ്രായം കിട്ടും? മനുവിന്റെ പ്രായം കിട്ടും, ശരിയല്ലേ? അപ്പൊ വിയും 2ഉം കൂടെ ഗുണിക്കുക. 2v + 2 × 1. അപ്പൊ എത്രയാണ്? 2 തന്നെയാണ്. വി അതുപോലെ തന്നെ എഴുതിക്കോ. 10 1 11. ഇവിടെ നമുക്ക് വിനുവിന്റെ പ്രായം കണ്ടെത്താം, അല്ലെ? 2v നിന്ന് 1v കുറയ്ക്കുക. അപ്പൊ നമുക്ക് v എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? ഇവിടെ ഒരു 11 ഉണ്ട്. ഈ 11ൽ നിന്ന് 2 കുറച്ചോ. 11 നിന്ന് 2 പോകട്ടെ. 11 2 പോയാൽ 9. അപ്പൊ വിനുവിന് ഇപ്പോൾ എത്ര പ്രായമുണ്ട്? വിനുവിന് ഇപ്പോൾ എത്ര പ്രായമുണ്ട്? 9. ഇത് കണ്ടിട്ട് 9 അടിക്കരുത്, ഇതല്ല ചോദ്യം. നമുക്ക് മനുവിന്റെ പ്രായം വേണ്ടേ.
വിനുവിന് 9 ഉണ്ടെങ്കിൽ മനുവിന് എത്ര പ്രായമുണ്ട്? 9ഉം 10ഉം. 9ഉം 10ഉം ചേർന്നാൽ എത്ര വായിക്കാം? 19 എന്ന് വായിക്കാം. കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇത് നമ്മൾ വിനുവിൽ നിന്ന് മനുവിലേക്ക് പോയതാ. ഓക്കെ, ഇത് മറ്റൊരു തരത്തിലും ചെയ്യാം. വിനുവിന്റെ പ്രായം എന്ന് പറയുന്നത് മനുവിനേക്കാൾ 10 വയസ്സ് കുറവല്ലേ? ആണ്. അപ്പൊ മനുവിന്റെ പ്രായത്തെ എം എന്നെടുക്കുക, വിനുവിന്റെ പ്രായത്തെ M-10 എന്നെടുക്കുക. അടുത്ത വർഷമാകുമ്പോ ബിനുവിന്റെ പ്രായം ഒന്നുകൂടും, മനുവിന്റെ പ്രായം ഒന്നുകൂടും അല്ലെ? അപ്പൊ അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ ആവുമ്പോ അല്ലെ, നെക്സ്റ്റ് ഇയറിൽ എത്തുമ്പോ എന്ത് സംഭവിക്കും? ബിനുവിന്റെ പ്രായം ഒന്നുകൂടും. എന്ന് വെച്ചാൽ എന്താ? M-10 പ്ലസ് 1 ആണല്ലോ. മനുവിന്റെ പ്രായോ ഒന്നുകൂടും, അപ്പൊ M+1 ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇവിടെ എന്താണ്? അടുത്ത വർഷമാകുമ്പോ എന്ത് സംഭവിക്കും? മനുവിന്റെ പ്രായം ബിനുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാവും. അപ്പൊ ബിനുവിന്റെ പ്രായം ഇതാണ്, ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? മനുവിന്റെ പ്രായം കിട്ടും. ആണല്ലോ. അപ്പൊ ഇവിടെ ഉള്ളത് ആരാണ്? മനു. അതുപോലെ ഉണ്ട്. ഇവിടെ ഒരു -10ഉം +1ഉം ആണ്. അപ്പൊ എന്ത് ചെയ്യണോടാ? നെഗറ്റീവും പോസിറ്റീവും വന്നാൽ എന്ത് ചെയ്യാ? വലുതെന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം കൊടുക്കുക. അപ്പൊ 10 നിന്ന് 1 പോയാൽ എത്രയാ? 9. ഏത് ചിഹ്നം? മൈനസ് കൊടുക്കുക അല്ലെ? അപ്പൊ M-9 × 2 = M+1 എന്ന് കിട്ടും. 2 കൊണ്ട് ഗുണിക്കുക അല്ലെ? 2 കൊണ്ട് ഇവിടെ ഗുണിച്ചാൽ 2M മൈനസ് 2 × 9 18 M+1 എന്ന് കിട്ടും. ഇവിടെ ഈ 2M-ൽ നിന്ന് ഈ ഒരു M കുറയ്ക്കുക അല്ലെ? ഈ 2M-ൽ നിന്ന് ഒരു M കുറച്ചാൽ നമുക്ക് M എന്ന് കിട്ടും. ഇവിടെ ഒരു 18 ഇല്ലേ? -18. ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ +18 ആവും. അപ്പൊ 1+18 കിട്ടും. 1+18 19. കണ്ടോ? ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. ഓക്കെ, പിടികിട്ടിയോ? ഇതിന് ഞാൻ ലോജിക്കലി ചെയ്യാൻ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന മെത്തേഡ്. അതായത് 2 പേർ തമ്മിലുള്ള പ്രായ വ്യത്യാസം 10 വയസ്സാണ്. അത് എത്ര കൊല്ലം കഴിഞ്ഞാലും 10 വയസ്സായിരിക്കും. 2 പേർ, ഇപ്പം മനുവും വിനുവും തമ്മിലുള്ള പ്രായ വ്യത്യാസം 10 ആണെങ്കിൽ അത് എത്ര കൊല്ലത്തിൽ കഴിഞ്ഞാലും അതിന് മുമ്പായാലും ഒക്കെ എന്ത് തന്നെയാണ്? 10 തന്നെയാണ്. ഓക്കെ, ഇപ്പൊ നിലവിൽ മനുവിന്റെ പ്രായം വിനുവിനേക്കാൾ എത്ര കൂടുതലാ? 10 കൂടുതലാ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അടുത്ത വർഷം മനുവിന്റെ പ്രായം വിനുവിന്റെ ഇരട്ടിയാകുന്നു എന്ന് വെച്ചാൽ ആ ലോജിക്ക് മാത്രം നിങ്ങൾ ആലോചിക്കുക. അടുത്ത കൊല്ലം മനുവിന്റെ പ്രായം വിനുവിന്റെ ഇരട്ടിയാകുന്നു എന്ന് വെച്ചാൽ വിനുവിന് അടുത്ത കൊല്ലം 10 വയസ്സാകും, ഉറപ്പ്. അവരുടെ പ്രായ വ്യത്യാസം 10 വയസ്സായതുകൊണ്ടേ ഇരട്ടിയാകണമെങ്കിൽ അടുത്ത കൊല്ലം മനുവിന് എത്ര വന്നേ പറ്റൂ? 20 വന്നേ പറ്റൂ. പിടികിട്ടിയോ? ഇതാണ് ഇതിന്റെ ലോജിക്. ഇവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം 10 ആയതുകൊണ്ട് ഇവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം 10 എന്ന് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പ്രായം ഇരട്ടിയാകുന്ന അവസ്ഥയിൽ ഇളയാളിന്റെ പ്രായം, ആ കൂട്ടത്തിലെ ഇളയാളിന്റെ പ്രായം ഈ പ്രായ വ്യത്യാസമായിരിക്കും. അപ്പൊ വിനു ആണ് ഇതിലെ ഇളയാള്. അപ്പൊ വിനുവിന്റെ പ്രായം 10. അപ്പൊ മനുവിന്റെ പ്രായം എത്രയാ? 20. അപ്പൊ 10 20 എടുക്കാം. ഇതെന്നാ? അടുത്ത വർഷം. എന്നാൽ ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷനിൽ ഇവരുടെ പ്രായം നോക്ക്. മനുവിന്റെ പ്രായം ഒന്ന് കുറയ്ക്കണം. മനുവിന്റെ പ്രായം എത്രയാ? 19 അല്ലെ? വിനുവിന്റെ പ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കുറച്ചോ, എത്ര കിട്ടും? 9. നമുക്ക് ആരുടെ മതി? മനുവിന്റെ മാത്രം മതി. മനുവിന് എത്ര വയസ്സ്? നിലവിൽ 19 വയസ്സ്. കിട്ടിയോ? നമ്മൾ SCRT പഠിക്കുമ്പോഴൊക്കെ പറയുന്നതാണ്. ചോദ്യങ്ങളെ പൊതുവെ വിലയിരുത്തുകയാണെങ്കിൽ 20 ചോദ്യങ്ങൾ മൊത്തത്തിലൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ തെറ്റായ ചോദ്യങ്ങളില്ല, ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ചോദ്യങ്ങളില്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല ചോദ്യങ്ങൾ ഒരുപാട് വലിയ നിലവാരം പുലർത്തിയ ചോദ്യങ്ങളൊന്നും ആയിരുന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇതുവരെ നടന്ന 2 ഘട്ടങ്ങളും വെച്ച് നോക്കുമ്പോൾ അതേ ഒരു നിലവാരം തന്നെ പുലർത്തിയിട്ടുണ്ട്. ഒരുപാട് താഴേക്കും പോയിട്ടില്ല, ഒരുപാട് ഉയർന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഇല്ലായിരുന്നു എന്ന് നമുക്ക് പറയാം. പിന്നെ ആ ഒരു ഒറ്റയാനെ കണ്ടെത്തുന്ന ആ ഒരു ചോദ്യം മാത്രമാണ് നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് തോന്നിയിട്ടുള്ളത്. വേറൊന്നും അങ്ങനെ കൺഫ്യൂഷനും വന്നിട്ടില്ല. അപ്പം ഒരുപാട് നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതാൻ പറ്റിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതി ഉള്ള മാർക്കെല്ലാം സ്കോർ ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും തന്നെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.